ഇനി നമ്മൾ പോകുന്നത് ധർമ്മസ്ഥലയിലേക്കാണ്. ധർമ്മസ്ഥലയിൽ ഇന്നലെ കണ്ടെത്തിയത് അധികം പഴക്കമില്ലാത്ത ഒരു പുരുഷന്റെ മൃതദേഹമാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആത്മഹത്യ ചെയ്ത നിലയിലുള്ള മൃതദേഹമാണ് കണ്ടെത്തിയതെന്നാണ് സൂചന. മൃതദേഹത്തിന് സമീപം മുണ്ടും ഷർട്ടും കയറും കണ്ടെത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി പി.കെ. സരീഷ് നമുക്കൊപ്പം ചേരുകയാണ്. സരീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ കണ്ടെത്തിയത് ഒരു പുരുഷന്റെ മൃതദേഹമാണ് എന്ന് പറയുന്നതിലൂടെ അവിടെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള കണ്ടെത്തലുകളാണോ പുറത്തേക്ക് വരുന്നത് എന്നതൊരു സ്വാഭാവികമായി വരുന്ന ഒരു സംശയമാണല്ലോ. എന്നാണിപ്പോൾ അവിടുന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഇന്നത്തെ തെരച്ചിൽ എവിടെയൊക്കെയാണ് സരീഷ്? അവിരൽ, ഗുഡ് മോർണിംഗ്. പതിവിൽ നിന്ന് വിഭിന്നമായി ഇന്നലെ പുതിയൊരു സ്ഥലത്തായിരുന്നു ഈ അന്വേഷണ സംഘം സാക്ഷിയുമായി എത്തി പരിശോധന നടത്തിയത്. സാധാരണഗതിയിൽ വഴിക്രമത്തിൽ, അതായത് 1 മുതൽ 10 വരെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം കുഴിച്ചിരുന്നെങ്കിൽ ഇന്നലെ 11ാമത്തെ പോയിന്റിലായിരുന്നു പരിശോധന നടത്തേണ്ടിയിരുന്നത്. പക്ഷേ 11ാമത്തെ പോയിന്റിലേക്ക് പോവാതെ പുതിയ ഒരു പോയിന്റിലേക്ക്, കാട്ടിനകത്തെ പോയിന്റിലേക്ക് പോവുകയും ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ആ മൃതദേഹ അവശിഷ്ടം അല്ലെങ്കിൽ അസ്ഥിഭാഗമാണ് ഇപ്പോൾ പുരുഷൻ്റേതാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന് കാരണം പ്രാഥമികമായ ഫോറൻസിക് റിപ്പോർട്ട് മാത്രമാണ്, അല്ലെങ്കിൽ പരിശോധന മാത്രമാണ് ഇന്നലെ നടന്നത്. അതിനോടൊപ്പം തന്നെ ഈ അസ്ഥിഭാഗത്തിൽ നിന്നും, അസ്ഥിഭാഗത്തിന് സമീപത്തു നിന്നും ഒരു മുണ്ടും ഷർട്ടും അതോടൊപ്പം തന്നെ ഒരു കയറും, തൂങ്ങിയ നിലയിലുള്ള ഒരു കയറും കണ്ടെത്തിയിരുന്നു. സ്വാഭാവികമായും ഇത് ആത്മഹത്യ ചെയ്തതാകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ മണ്ണിനടിയിലുള്ള ശരീരഭാഗങ്ങൾ കൂടുതലായി ലഭിച്ചിട്ടുണ്ടോ? കാരണം അവിടെ തന്നെ കൂടുതൽ കുഴിച്ചെടുത്തുള്ള പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ താഴെക്കിടയിൽ അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, അത് സ്ത്രീയുടേതാണോ തുടങ്ങിയ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നും 11, 12, 13 പോയിന്റുകളിലായിരിക്കാം പരിശോധന നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, 11, 12, 13 എന്നീ പോയിന്റുകളിലാണ് പരിശോധന നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സരീഷ്, ഒരു കാര്യം കൂടി, ഇനി എത്ര പോയിന്റുകളുണ്ട് അവസാനിപ്പിക്കാൻ? ഇതിപ്പോൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. കാര്യമായ വലിയ ലീഡ് ആദ്യത്തെ ദിവസം കിട്ടിയ അസ്ഥിഭാഗങ്ങൾ കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പുരുഷൻ്റേതാണ് എന്നുള്ളതാണല്ലോ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കാര്യമായ ലീഡില്ലാത്ത സ്ഥിതിക്ക് ഇനി എത്ര ദിവസം കൂടി പരിശോധന ഉണ്ടാകും അവിടെ? നിലവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൂടുതൽ പോയിന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് സാക്ഷിയുടെ മൊഴിപ്രകാരം കൂടുതൽ പോയിന്റുകളുണ്ട്. പക്ഷേ ഈ 13 പോയിന്റുകളാണ് വനമേഖലയിലുള്ളത്. പിന്നീടുള്ളത് 2 പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടേക്ക് കയറുക, അവിടെ മാർക്ക് ചെയ്യുക എന്നുള്ളത് പ്രശ്നമുള്ള അല്ലെങ്കിൽ പ്രശ്നസാധ്യതയുള്ള കണക്കിലെടുത്തുകൊണ്ട് തന്നെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. എന്നാൽ അതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്വേഷണ സംഘത്തോട് ഈ സാക്ഷി പറഞ്ഞിരിക്കുന്നത് ഈ കാട്ടിൽ തന്നെ, കാരണം ഈ സ്നാനഘട്ടത്തിനോട് ചേർന്നാണ് ഈ സാക്ഷി ഈ ജോലി ചെയ്യുമ്പോൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടിൽ തന്നെ കൂടുതൽ പോയിന്റുകളുണ്ട്. ആ മേഖലയിലേക്ക് കൂടി തന്നെ കൊണ്ടുപോകണം. അതോടൊപ്പം അവിടെ കുഴിച്ചുള്ള പരിശോധന നടത്തണം എന്നൊരാവശ്യം സാക്ഷി എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തിരച്ചിലുകൾ നടത്തുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഏതാണ്ട് 72ഓളം പോയിന്റുകൾ ഉണ്ട് എന്നുള്ളതാണ് സാക്ഷി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ 13 പോയിന്റുകൾ മാത്രമാണ് ഇതുവരെ മാർക്ക് ചെയ്യുകയും അവിടെ 10ൽ മാത്രമാണ് പരിശോധന നടക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും കൂടുതൽ പോയിന്റുകൾ സാക്ഷി കാണിച്ചു കൊടുക്കുകയും അവിടെ കുഴിച്ചുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ പുതിയ പോയിന്റിലേക്ക് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ അന്വേഷണ സംഘം വീണ്ടും യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അഭിഭാഷകർ ആവശ്യപ്പെട്ടത് പ്രകാരം GPR റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന വേണമോ എന്ന കാര്യത്തിലും ഇന്നാവും തീരുമാനമെടുക്കുക. അതോടൊപ്പം തന്നെ ഇന്നലെ ലഭിച്ച ഈ അസ്ഥിഭാഗങ്ങൾ, ആ അസ്ഥിഭാഗങ്ങൾ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. DIG ഉൾപ്പെടെയുള്ളവർ ഒപ്പുവെച്ചാൽ മാത്രമേ ആ അസ്ഥിഭാഗങ്ങൾ ബാംഗ്ലൂരിലെ ലാബിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. സ്വാഭാവികമായും ഇന്ന് ആ നടപടികൾ പൂർത്തിയാക്കുകയും രാവിലെ തന്നെ ലാബിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ചില സംശയങ്ങൾ വരുന്നത് കൂടുതൽ ഈ പുരുഷൻ്റേതിനുൾപ്പെടെ തന്നെ മറ്റ് ശരീരഭാഗങ്ങൾ ഈ കുഴിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടോ, ഈ കുഴിയെടുത്തുള്ള പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ടോ? കാരണം ഇന്നലെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഇന്നലെ കൊണ്ടുപോയിരുന്നത് 2 ബക്കറ്റിൽ ആണ്. അതായത് ഒരു ശരീരഭാഗം, ഒപ്പം തന്നെ ചില അസ്ഥികൾ, താടിയെല്ല് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു ഇരുമ്പ് പൈപ്പ് ഉൾപ്പെടെയുള്ളവ കൊണ്ടുപോയിരുന്നു. അതോടൊപ്പം തന്നെ സാരി ഉള്ളവ ആ മേഖലയിൽ നിന്നും ലഭിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ, അതോടൊപ്പം തന്നെ ഈ പുരുഷൻ്റെതോടൊപ്പം തന്നെ മറ്റ് സ്ത്രീയുടെയോ മറ്റോ ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഇത് സംബന്ധിച്ച് SIT നൽകുന്നില്ല
ചോദ്യങ്ങളാണ്. എന്തായാലും രാജ്യമാകെ ഞെട്ടിത്തരിച്ചു പോയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വന്നിരുന്നത്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് രാജ്യത്തിന് അറിയേണ്ടതാണ്. അവിടെ ഒത്തുകളി ഉൾപ്പെടെ ആരോപിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ധർമ്മസ്ഥലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ പ്രതിനിധി പി കെ സരീഷും ഒപ്പം തന്നെ ക്യാമറമാനും പി കെ സരീഷാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.